മാഷ നമസ്കാരം. നമസ്കാരം. ഈ ജമാഅത്തെ ഇസ്ലാമി ഇവരാണ് മാക്സ് 7 പിന്നിൽ എന്നുള്ള ആരോപണം നേരത്തെ തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉന്നയിച്ചതാണ്. പക്ഷേ അത് കറക്റ്റാണ് എന്നുള്ളത് അവരുടെ തന്നെ ലോഗോയിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാക്സ് 7 എന്ന് എഴുതിയിരിക്കുന്നത് 7 അല്ല, അത് ജെ ആണെന്നും മുകളിലൊരു കുത്തുള്ളത് ഐ ആണെന്നും ഒക്കെ ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പി മോഹൻ യു-ടേൺ അടിക്കുകയും ചെയ്തു. ഇത് സഹാക്കന്മാരെ ഭയന്നിട്ടാണോ അതോ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഭയന്നിട്ടാണോ, എന്താണ് ഈ പി മോഹന് സംഭവിച്ചത്? അല്ലെ, CPM കുറച്ചു കാലമായിട്ട് അവരെടുക്കുന്ന നിലപാടുകൾ ഒന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘടനകളോട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടമാക്കുന്നതാണ്. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ SDPIയും CPMൻ്റെ എതിർ ചേരിയിലോ അല്ലെങ്കിൽ CPMൻ്റെ ശത്രുപക്ഷത്തോ CPM സ്ഥാപിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ മാക്സ് 7ൻ്റെ കാര്യം അവരങ്ങനെ പ്രഖ്യാപനം നടത്തിയ സമയത്ത് അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ഒരു CPM നീക്കമാണ് എന്ന് പൊതുവെ ഒരു ചർച്ച വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചർച്ച വന്ന സമയത്താണ് എന്തായാലും മോഹനൻ തിരിഞ്ഞ് മാറുകയോ മറിഞ്ഞു മാറുകയോ ചെയ്ത്. അതിപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ CPM ഈ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ SDPIയും ആയിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറില്ല. എല്ലാ മേഖലയിലും വലിയ തരത്തിലുള്ള യുദ്ധപ്രഖ്യാപനം ഈ സമീപകാലത്ത് നടത്തുന്നുണ്ട്. നേരത്തെ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവരുമായിട്ട് വേദി പങ്കിടുകയും അതേപോലെ തന്നെ അവരുമായി സഹകരണം ഉണ്ടായിരുന്നു. അവരുടെ വോട്ട് CPM വാങ്ങി എന്നുള്ള അഭിപ്രായമെല്ലാം അവരും പ്രകടമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പഴയ ചരിത്രത്തിൻ്റെ താളുകളായിട്ട് നിൽക്കുന്ന സമയത്ത് പുതിയ ചരിത്രത്തിൽ CPM ജമാഅത്തേക്കും അതേപോലെ തന്നെ SDPIക്കും എതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. ജമാഅത്തെ അതേപോലെ തന്നെ SDPIയും CPMനെതിരെ ശക്തമായിട്ടുള്ള നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പ് SDPI ആയിരുന്നു ആഹ്ലാദ പ്രകടനം നടത്തിയത്. അത് അവരെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വിജയമല്ല, CPMൻ്റെ വൻ പരാജയം എന്ന നിലയ്ക്ക് CPMന് നേരെയുള്ള ഒരു വൈകാരിക പ്രകടനമായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത്. SDPIയുടെ വിജയം എന്ന് പറയുന്നത് CPMനെ തോൽപ്പിച്ചതിലുള്ള ആഹ്ലാദമാണ്. അങ്ങനെ വരുമ്പോൾ ഈ CPMും അതേപോലെ SDPIയും അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ശത്രുത കുറച്ചു കാലമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ മോഹനൻ അവതരിപ്പിക്കുകയും ചെയ്തു. ശരിയാണ്, മാക്സ് 7ൽ ബഹുഭൂരിപക്ഷം ആളുകളും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ്. അവരുടെ സിംബലുമായി അല്ലെങ്കിൽ അവരുടെ ചിഹ്നവുമായിട്ട് അതിന് സാമ്യമുണ്ട്. അത് വെറുതെ ആകസ്മികമായ സാമ്യമല്ല, ബോധപൂർവം തന്നെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള സാമ്യമാണ്. പലപ്പോഴും ഇങ്ങനെ ഈ സമൂഹത്തിൽ നിന്ന് വർഗീയമായിട്ട് ഇങ്ങനെ അകറ്റപ്പെടുന്നതായിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീകാര്യമായിട്ടുള്ള പേരുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അവർ പരിശ്രമിക്കും. മാക്സ് 7 എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യായാമ കൂട്ടായ്മ മാത്രമാണ്. എന്ന് പറയുമ്പോൾ വ്യായാമ കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ടാവും, എല്ലാ ജാതിക്കാരുണ്ടാവും, എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു പെരിഫറലായിട്ടുള്ള തോരണം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. പക്ഷേ അതിൻ്റെ കോർ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് മിക്കവാറും ഇവർ തന്നെ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആ എംബ്ലം, മാക്സ് 7ൻ്റെ എംബ്ലം പരിശോധിച്ചതിൻ്റെയിൽ ഈ സാധ്യത അതിനകത്തുണ്ട്. അത് ബോധപൂർവം തന്നെ രൂപപ്പെടുത്തിയൊരു എംബ്ലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അവർ തന്നെയാണ് പ്രവർത്തിച്ചത്, അവരാണ് പ്രവർത്തിക്കുന്നത്, അവരുടെയാണ് സംഘടന എന്ന് CPMൻ്റെ നേതാവ് മോഹനെ ഒരിക്കൽ പറയാനായിട്ട് കഴിഞ്ഞു, പിന്നെ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിവരെ ഭയപ്പെട്ടിട്ടാണോ എന്നുള്ളതിനേക്കാൾ ഉപരി CPM പിന്തുടരുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം, മുസ്ലിം പ്രീണനം എന്ന് കുറച്ചു കാലമായിട്ട് അത് അങ്ങനെ വ്യാപകമായിട്ട് ചർച്ചയിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എളമരം കരീം കോഴിക്കോട് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് സഖാവ് എളമരം കരീം എന്ന നിലക്കല്ല, പിന്നെ കരീമേട്ടൻ എന്ന് പറയുന്ന നിലക്ക് ആണ്. അപ്പോൾ ഈ കരിമേട്ടൻ എന്ന് പറയുന്നതിന് പകരം അവരുടെ ഒരു ഭാഷയാണ് അതിനകത്ത് പ്രയോഗിക്കപ്പെട്ടത്. അങ്ങനെ വന്ന സമയത്താണ് വൈകാരികമായിട്ട് അതിനോട് ഒരു എതിർപ്പ് പൊതുവെ ഉയർന്നു വരികയും ഇവർ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം പ്രീണന സമീപനം അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഞാൻ പോലും തന്നെ അതിനെ വിമർശിച്ചിട്ടുള്ളതാണ് അന്ന് ആ കാലത്ത്. അത് ഇനി വളരെ പ്രസക്തമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം
അപ്പുറത്ത് രാഘവേട്ടൻ എന്ന് പറയുന്ന സമയത്ത് ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മുസ്ലിം പ്രയോഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശേഷണമാണ് നൽകിയത് എന്നുള്ളതാണ്. അത് ഒരിക്കലും ശരിയായ സമീപനമല്ല. അങ്ങനെ ആയിരുന്നില്ല മുൻപ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവർ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി അല്ല ഭയം, പകരം മുസ്ലിം വോട്ടുകൾ കൂട്ടമായിട്ട് അവരിൽ നിന്ന് ഒലിച്ചു പോകുന്നതാണ് അവരുടെ ഭയമായിട്ട് മാറിത്തീരുന്നത്. അതായത് മാഷെ, തീവ്രവാദ സംഘടനകൾ രൂപം കൊണ്ടാലും പ്രശ്നമില്ല, പക്ഷെ വോട്ട് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു സമീപനം, അതാണ് പി മോഹനെ കൊണ്ട് U-ടേൺ തിരിപ്പിച്ചത് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അല്ലേ? അല്ല, അവർ ശക്തമായിട്ട് ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ തന്നെ അവരുടെ പിന്നിൽ നിൽക്കുന്ന PR ഏജൻസി ആയിരിക്കണം. അയ്യോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് തിരുത്തു സഖാവേ എന്ന് പറയുമ്പോൾ സഖാവ് തിരുത്തുന്ന സ്ഥിതിയാണ് നമ്മളീ കാണുന്നത്. അങ്ങനത്തെ നിലപാടായിരുന്നില്ല മുമ്പ് CPM എടുത്തിരുന്നത്. വളരെ നേരത്തേക്ക് ഇപ്പോൾ മുസ്ലിം വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു സമീപനം ഒരു സമയത്ത് സഖാവ് EMS-ൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് ശരീഅത്ത് എന്ന് പറയുന്ന വിഷയം വന്ന സമയത്ത് അതിനെ ശക്തമായിട്ട് എതിർത്തു. ആ എതിർപ്പിലൂടെ വിജയം നേടാനായിട്ട് കഴിയും. അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് നല്ല രീതിയിൽ നേടി മറ്റൊരു തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ കഴിയും. അത് സദാം ഹുസൈനായിരുന്നു അതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എതിർത്തും അനുകൂലിച്ചും ഒക്കെ ഇത് ഉപയോഗിച്ച് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് വിജയം നേടിയ ചരിത്രം CPM-നുണ്ട്. അപ്പോൾ ഇത് അവരുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രയോഗവും ആ പ്രയോഗത്തിൻ്റെ പിൻവാങ്ങലും ഒരേ സമയത്ത് വന്ന് സ്ട്രാറ്റജിക്കലായിട്ട് ശരിയാണോ എന്ന് ഒരു വിഭാഗം അന്വേഷിക്കുന്ന സമയത്ത് എല്ലാം തോന്നലുള്ള ആ ഭയപ്പാട് വോട്ട് നഷ്ടത്തിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ പിന്നെ PFIയുടെ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഇപ്പോൾ വിയ്യൂരിലെ ഹൈ സെക്യൂരിറ്റി പ്രിസണിലാണ് അദ്ദേഹത്തിൻ്റെ വാസം എന്ന് പറയുന്നത്. LLB-ക്കൊക്കെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതിയെ സമീപിച്ച് കോടതി കഴിഞ്ഞ് തൽക്കാലം ഈ ഇപ്പോഴത്തെ പഠിത്തമൊക്കെ മതി, ഇനി കൂടുതൽ പഠിക്കാറാകുമ്പോൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പിടിക്കാനൊക്കെ കുറേ സമയം NIA-ക്ക് എടുക്കേണ്ടി വന്നു. ഒരുപാട് സ്ഥലത്ത് ഒളിവിലൊക്കെ. ഈ ഒളിവിൽ താമസിച്ച സമയത്ത് മെനഞ്ഞ തന്ത്രമാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇനിയൊരു പുതിയ രൂപമായി PFI വരട്ടെ എന്ന് ഉള്ള ഒരു നീക്കമാണോ ഈ റൌഫ് നടത്തിയിട്ട് പോയതെന്ന് ചില ആളുകൾ സംശയിക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ഇവരുടെ കാരണം PFI എന്ന് പറയുന്നത് നിരോധിച്ചെന്നും പറഞ്ഞ് പെട്ടെന്ന് ഇവർ അങ്ങ് പിരിഞ്ഞു പോകുന്ന ഒരു സംഘടന അല്ലെങ്കിൽ മൊത്തത്തിൽ അടിവേരറുത്ത് പോകുന്ന ഒരു സംഘടനയോ അല്ല. ഇവരുടെ ഉദ്ദേശം എന്താണ്, അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെ ഇവർ പോകുമെന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത്തരത്തിൽ CA റൌഫ് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീവ്രവാദി സംഘടനകൾ ഗവൺമെൻറ് നിരോധിച്ചു എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കുമ്പോൾ തന്നെ ഇല്ലാതാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനാണ്? കാരണം ആ തീവ്രവാദ സംഘടനയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് എത്തിച്ചേരുന്നവർ ദീർഘകാലമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടാണ് വരുന്നത്. അത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, നിരന്തരമായിട്ട് മാനസികമായി സൈക്കോളജിക്കലായിട്ട് തന്നെ അവരെ രൂപപ്പെടുത്തി അല്ലെങ്കിൽ പരിരൂപപ്പെടുത്തി എടുത്തിട്ടാണ് അവരെ തീവ്രവാദികളാക്കി മാറ്റുന്നത്. ആ തീവ്രവാദികളുടെ മനസ്സിൽ നിന്ന് തീവ്രവാദം ഒരു കാലത്തും പോയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സംഘടന നിരോധിച്ചു, ശരി എങ്കിൽ നമ്മൾക്ക് പ്രവർത്തനം നിർത്തിക്കളയാം എന്നല്ല അവർ കരുതുന്നത്. ഇനി വേറെ രൂപത്തിൽ എങ്ങനെയാണ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക? തീവ്രവാദ പ്രവർത്തനം ചിലപ്പോൾ അവർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചേക്കാം. പകരം അവരുടെ ഈ നെറ്റ്വർക്ക്, മനുഷ്യരുടെ ഇടയിലുള്ളതായിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നഷ്ടപ്പെടരുത് നിർബന്ധം. ആ നെറ്റ്വർക്കിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റഫ് മിക്കവാറും ജയിലിലിരുന്ന് തന്നെ അതിനുള്ള ആസൂത്രണമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ ചർച്ചയിൽ വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ തീവ്രവാദ സംഘങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടില്ല. അവർ പതുങ്ങിക്കിടക്കും. അവർ പതുങ്ങിക്കിടന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുന്ന സമയത്ത് അവർ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഏജൻസികളും പൊതുസമൂഹവും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കാരണം അതെന്നുമുണ്ട് ഇവിടെ, അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. ഒരു രൂപത്തില്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും. മാക്സിമം അങ്ങനെ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെട്ടതാകാം, PFIയുടെ മറ്റൊരു രൂപമായി പ്രത്യക്ഷപ്പെട്ടതാകാമെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. അതിൽ ഇനി അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതല്ലെങ്കിൽ തന്നെ കുറേയധികം ആളുകൾ അതിൻ്റെ അകത്തേക്ക് നുഴഞ്ഞേറിയിട്ടുണ്ട്. നുഴഞ്ഞേറലൊരു പ്രതിഭാസമാണ്. കാരണം വെച്ചാൽ CPM-ൻ്റെ തന്നെ സംഘടനകളിലേക്കൊക്കെ ഇവർ പലരും നുഴഞ്ഞു കയറി എന്നുള്ളത് ഏതാണ്ട് യാഥാർത്ഥ്യമാണ്. CPM-ൽ മാത്രമല്ല, എല്ലാത്തിലും അവർ കയറിയിട്ടുണ്ടാവും.